ഡിയുടെ ലോപ്പസിന്റെ അമ്മയൊക്കെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ട്. പിന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ, പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യാത്തൊരു വേർഷനാണ് നമ്മൾ തിയേറ്ററിലേക്ക് വന്നതെന്ന് മാത്രം. അതാണ് നിങ്ങൾ ഓഡിയൻസ് കണ്ടത്. മുറ കണ്ട് എനിക്ക് ഉറപ്പാണ്, എനിക്ക് മുന്നേ അറിയുന്നു മുറ കണ്ട് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്, എനിക്ക് ഉറപ്പാണ് 100%. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കിട്ടേണ്ടത് ഇപ്പം കപ്പികളെ പോലെ ഒരു ഭയങ്കര പേരായിരുന്നു അവളുടെ ജീവിതമായിട്ടൊക്കെ കണക്ഷനായിട്ടുള്ള. അപ്പം അതുപോലെ ഇതിൽ ഭയങ്കര കണക്ഷനുണ്ട്. അപ്പം അത് കണ്ട് മനസ്സിലാക്കി ഇതിൽ ഏത് ആംഗിളിൽ എടുക്കണം. മുറ പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിൽ, അതെന്താണ് നോക്കുക. ക്യാമറ അത് പ്രൊഡ്യൂസർ എന്നൊരു ഫ്രീഡത്തിന്റെ ധൈര്യത്തിലാണോ അങ്ങനെ, അതോ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ടേ മാക്സിമം എഫേർട്ട് ഇടണോ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു? മാക്സിമം എഫേർട്ട് ഇടണം എന്നുള്ളത് നമ്മളൊരു ടോട്ടൽ ടീമിന്റെ ഒരു തീരുമാനമായിരുന്നു. പിന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ, പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യാത്തൊരു വേർഷനാണ് നമ്മൾ തിയേറ്ററിലേക്ക് വന്നതെന്ന് മാത്രം. അതാണ് നിങ്ങൾ ഓഡിയൻസ് കണ്ടത്. കാരണം കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ വണ്ടിന്റെ ടയർ പൊട്ടുന്നത് പോലും ഈ ഒരു പ്രതിസന്ധികൾക്ക് കാരണമായിരുന്നു പലതും. ആ സമയത്തിന് അവിടെ എത്തില്ല, അല്ലെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളത് ഞങ്ങളുടെ ഒന്നിച്ചുള്ള തീരുമാനമായിരുന്നു. അത് പ്രൊഡക്ഷന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 150ഓളം പുതുമുഖങ്ങൾ ഈ മൂവിയിൽ വന്നിട്ടുണ്ട്. അവരെ വെച്ചിട്ടാണ് ഈ മൂവി പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. ഇത്രയധികം ഒരു സക്സസിലേക്ക് പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ടു ബി ഓണസ്റ്റ്, സക്സസിനെ കുറിച്ചല്ല, നമ്മള് വിജയപരാജയങ്ങളെ കുറിച്ചായിരുന്നില്ല ഞങ്ങൾ ബോധരായത്. നമ്മള് ഈ പറഞ്ഞ പോലെ പുതിയ ആളുകളെ വെച്ച് ചെയ്യുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും ആളുകളെ, പുതിയ ആൾക്കാരെ ഒന്നിച്ച് കൊണ്ടുവരുമ്പം എങ്ങനെ എടുക്കും. പക്ഷെ കണ്ണൻ ചേട്ടൻ അപ്പോഴും പറയായിരുന്നു, നമ്മൾ മാത്രമല്ല ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പലരും പുതുമുഖങ്ങളെ വെച്ച്, ഹിറ്റായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ കണ്ടുള്ളായിരുന്നു സാർ. അതുപോലെ നമ്മുടെ സാധാരണഗതിയിൽ ഒരു പുതുമുഖങ്ങളെ വെക്കുന്നു, അതുപോലെ തന്നെ ഒരു യുവതലമുറയുടെ കഥ പറയുന്ന സമയത്ത് നോർമലി സിനിമകളിൽ കാണാറുള്ളത് ഒരു എന്താ പറയുക, കുറേ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ 2-3 ലിപ് ലോക്ക്, അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സീന്, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട് സാധാരണഗതിയിൽ. കാഴ്ചക്കാർക്ക് കുറച്ചും കൂടി ഒരു എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് അത്രമാത്രം ആ ലെവലിലേക്കോ അല്ലെങ്കിൽ ആ മേഖലകളിലേക്കോ ഒന്നും കടന്നു ചെല്ലാതെ അവരുടെ പണത്തിന് മീതെ പലതും പറക്കില്ല, അതുകൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയെ മാത്രം ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ, അനാവശ്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ കരിയർ ബെസ്റ്റാണ്. രമാദേവി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അത് കിട്ടിയതിന് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ തലയിലേക്ക് തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത്. അത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരു ആൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് മൊമെൻറ്റ്. അത് ആൾക്കാർ സ്വീകരിച്ചു. എന്നെ കൊല്ലണം, ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ഡിയുടെ ലോപ്പസിൻ്റെ അമ്മയൊക്കെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ട്. ഒരുപാട് പേര് ചീത്ത വിളിച്ചു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമായിരുന്നു. വെച്ചാൽ ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ തീർന്നേരെ. ഉണ്ടായിട്ടുള്ള ഭയങ്കര നെഗറ്റീവായിട്ട് ഇടി തരണം, കൊല്ലണം, ഇവരെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിക്കാനൊക്കെ തോന്നി എന്ന് പറഞ്ഞു. വലിയ സന്തോഷം. ആക്ച്വലി ഞാൻ അതിന് വേണ്ടി മാസ്റ്റർ പീസിന് വേണ്ടി കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന സമയത്താണ്, മാസ്റ്റർ പീസ് കൊണ്ട് ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് വണ്ണം വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നല്ല വണ്ണമൊക്കെ വെച്ച് ഇരുന്നപ്പോഴാണ് പിന്നെ മുസ്തഫ എന്നോട് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പ്രത്യേകം ഒരു ശരീരം സൂക്ഷിക്കണമെന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. പെട്ടെന്നാണ് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാർ റഹ്മത്ത് എന്നെ കണ്ടിട്ട് അയ്യോ ഇത് ഒരുപാട് വണ്ണമാണ്, ഇത് പറ്റൂല എന്ന് പറയുകയും പിന്നെ ഷൂട്ടിങ്ങിന് അധികം സമയമില്ലാതാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു മെലിയണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും, ജിമ്മിൽ പോവും. അവിടെ ഞങ്ങൾ അൻപോട് കൺമണിയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ രാവിലെ അവിടെ ജിമ്മിൽ പോവും, ഡയറ്റ് ചെയ്യും, ഏതാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച്
അങ്ങനെയൊക്കെ അത് സാലഡ് മാത്രമൊക്കെ കഴിച്ചിട്ടായിരുന്നു. വെച്ചാൽ ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും. അപ്പം അതിന് മുമ്പ് കുറേ വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതായിരുന്നു ഒരു വലിയ ചലഞ്ച്. ബാക്കി എനിക്ക് അങ്ങനെ വലിയ പ്രയാസമില്ലായിരുന്നു, കാരണം സ്ക്രിപ്റ്റ് നേരത്തെ എന്നെ തന്നിരുന്നു. എപ്പോഴും ഇവർ രണ്ടുപേരും മുസ്തഫയിലും പിന്നെ കണ്ണമ്പയായാലും രണ്ടുപേരും ഫോണിൽ അവൈലബിൾ ആണ്, അതിനെക്കുറിച്ച് സംശയം ചോദിക്കാനും വിളിച്ചു ചോദിക്കാനും ഒക്കെ. അപ്പം നിരന്തരമായിട്ട് ഞാനിങ്ങനെ വിളിച്ചിട്ട് ആ ഡയലോഗ് അങ്ങനെ പറയുമ്പോൾ ഈ ഡയലോഗ് ഇങ്ങനെ പറയും, ഇവരങ്ങനെ ചിന്തിക്കുമോ ഇവരിങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വർക്കിൽ എൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു പാരലായിട്ട്. പിന്നെ റോണക് സേവിയർ ഒരു ലുക്ക് ഡിസൈൻ ചെയ്ത് തന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, പല്ലിന് ചെറിയ ചേഞ്ച് വേണം, അപ്പം അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അമൽ, ശാലിനി, ഇവർ രണ്ടുപേരും ഹെയർ മേക്കപ്പും നമുക്ക് സെറ്റിലുണ്ടായിരുന്നു. അപ്പം ഇവരുടെ 4 പേരുടെയും ഒരു സപ്പോർട്ട്, അതായത് കോസ്റ്റ്യൂമിൻ്റെയും മേക്കപ്പിൻ്റെയും സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. പക്ഷേ രമാദേവിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ക്യാരക്ടർ പോകാതെ അവസാനം വരെ ചെയ്യാൻ ഡയറക്ടറിൻ്റെയും എഴുത്തുകാരൻ്റെയും പിന്നെ കോ ആക്ടേഴ്സിൻ്റെയും സപ്പോർട്ടും, പ്രത്യേകിച്ച് മിസ്റ്റർ സുരാജ് ഞാറുമ്പോണ്ട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്. ഓരോ പ്രാവശ്യം ഷോട്ട് കഴിഞ്ഞിട്ട് പക്ക 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 അതിങ്ങനെ പറയും, ഓക്കെ ആയിരുന്നു ചേച്ചി. പിന്നെ പുസ്തകമായിട്ട് എനിക്ക് അങ്ങനെ ഒരു റാപ്പും ഉണ്ട്. പുസ്തകം ഞാൻ ചെയ്യുന്നത് ശരിയായാൽ പുസ്തകം കണ്ടാൽ എനിക്കറിയാം, അല്ലെങ്കിൽ പുസ്തകം വർക്കായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഒന്നുകൂടെ എടുക്കാമോ പുസ്തകം, ഒന്നുകൂടെ നോക്കിയാലോ ഇത് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് വർക്കാണ്. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ഒരു ടീമായിരുന്നു അത്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന മാത്രമല്ല, ഈ പിള്ളേരെ ഫ്രെയിമിൽ കാണുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹൈ. ഭയങ്കര രസമായിരുന്നു അവരോട് വർക്ക് ചെയ്യാൻ. സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ മുറ സിനിമ ഇറങ്ങി, നോർമലി ഒരു പുതുമുഖം നടനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. ഒരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിലേക്ക് പോകാൻ ഉള്ള ഒരു സമയമുണ്ട്. ആ സമയം ഒരു വലിയൊരു ടെൻഷനാണ്, ഇനി അടുത്തത് കിട്ടുമോ അല്ലെങ്കിൽ അടുത്തത് ഇനി എന്ത് വിഷമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൊന്നും ഇടപെടുക്കാതെ ഈ റീസെന്റ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുതിയ മൂവിയുടെ കൂടെ ജോയിൻ ചെയ്തു. അതെ അതെ. അപ്പൊ ആ ഒരു ഇതിന്റെ വിജയത്തോടു കൂടെ വന്നു ചേർന്നതാണോ അതോ അതിന് മുമ്പേ ചർച്ച ചെയ്ത് വെച്ചാൽ? ഇല്ല, മുറ കണ്ടിട്ട് ഒരാള് അന്ന് കാസ്റ്റ് അവർക്ക് എന്തോ ചേഞ്ച് ചെയ്യായിരുന്നു, മെയിൻ കാസ്റ്റ് എന്തോ ഒരു കാരണത്തിൽ ചേഞ്ച് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയം ആ ടീമിൽ നിന്നുള്ള ആൾക്കാർ സിനിമ കണ്ട് അന്ന് തന്നെ ഡയറക്ടറിനെ വിളിച്ച് അവരും അങ്ങനത്തെ ഒരു, കാരണം എല്ലാം പ്രിപ്പയർ ആയി, വർക്ക്ഷോപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായിരുന്നു. അവസാനം അവർക്കും ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായി. അപ്പോൾ ചോദിച്ചു, മുറ കണ്ടിട്ടാണ് അവര് അന്ന് കണ്ടിട്ട് വിളിച്ചു. അപ്പം അതൊരു മുറ കാരണം നേടിയ ഒരു പ്രോജക്റ്റാണ് എന്ന് പറയാം. അതെ. അപ്പം 2 ദിവസത്തെ ഷൂട്ടൊക്കെ തുടങ്ങണം, അപ്പം അതിൽ പെട്ടെന്ന് പ്രിപ്പയർ ആവണം. മുറ കണ്ട് എനിക്ക് ഉറപ്പാണ്, എനിക്ക് മുന്നേ അറിയുന്നു, മുറ കണ്ട് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എനിക്ക് ഉറപ്പാണ് 100%. കാരണം അത്രയും എല്ലാവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് ലെയറെന്നും മുറ പോലെ വരട്ടെ എന്നും അലമുറ എന്നും പിന്നെ പര്യായ പദങ്ങൾ ഒരുപാടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കിട്ടേണ്ടത് ഇപ്പം കപ്പകളെ പോലെ ഒരു ഭയങ്കര പേരായിരുന്നല്ലോ, അവളുടെ ജീവിതമായിട്ടൊക്കെ കണക്ഷനായിട്ടുള്ളത്. അപ്പം അതുപോലെ ഇതിൽ ഭയങ്കര കണക്ഷനുണ്ട്. അപ്പം അത് കണ്ട് മനസ്സിലാക്കി ഇതിൽ ഏത് ആംഗിളിൽ എടുക്കണം. മുറ പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിൽ, അതെന്താണ് നോക്കുക. അങ്ങനെ അവസാനം വേറൊരു ആംഗിളുണ്ട്. അപ്പോൾ അത് സ്വയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതൊരു രസമായിരിക്കും തോന്നുന്നു. അപ്പോൾ പര്യായപദങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, പ്രധാനപദം പറയുന്നതല്ല, അത് ബാഹ്യമായിട്ടുള്ളതല്ലേ. ആന്തരികമായിട്ട് നമ്മൾ സ്വയം കണ്ടിരിക്കുന്ന അതിൻ്റെ രസമുണ്ടല്ലോ, അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പുസ്തകം മുറപ്പോത്ത് എന്ന് പറയുന്നത് വളരെ ഒരു അതിൻ്റെ അതെന്താണ് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെയുണ്ട്. പക്ഷെ പലതും ഇതിനകത്ത് അലമുറയുടെ ഇതുണ്ട് അമ്മമാരുടെ. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ മുറ പോലെ പോത്തിനെ കിട്ടുന്ന മുറപ്പോത്ത് എന്ന് പറയുന്നത് അതിനാണ് സാധാരണ കണ്ടത്. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. ഇത് ബാക്കി ഒരു കാര്യം മോഡറേറ്റർ എന്നുള്ളതിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ശ്രീ സുരേഷ് ബാബു നമ്മളെ മൂവി ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുമ്പോഴേക്കും ഈ മുറ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം, രമ എന്നുള്ള കഥാപാത്രം, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മോട് അവതരിപ്പിച്ച അനി എന്ന് പറഞ്ഞൊരു കഥാപാത്രം തിരുവനന്തപുരത്ത് യഥാർത്ഥമായി ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന കഥാപാത്രം എന്ന് പലരും ഇത് ചെയ്യുന്നുണ്ട്. കാരണം പലരും ഇത് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ഒരു പെർഫോമൻസിലാണോ അതോ അങ്ങനെയുള്ള വല്ല കഥാപാത്രങ്ങളെയും ചേട്ടൻ അടിച്ചു മാറ്റിയതാണോ? അത് മീഡിയക്ക് മുന്നിൽ പറയാം. ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. അത് ഈ ചേച്ചിയുടെ പ്രത്യേകിച്ച് രമ എന്ന് പറയുന്ന കഥാപാത്രങ്ങളൊക്കെ പലരും അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ കമന്റ് വരുന്നുണ്ട്. അതന്നെ, ഒരുപാട് പേരുണ്ട് ശരി, പല പല ആംഗിളിൽ ചെയ്യുന്നു. അതിലും ശ്രദ്ധിക്കാത്തതാണെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ ഒരു പരിചയമുണ്ട്. എത്ര വർഷം മുമ്പാണ് ഇത് മനസ്സിലേക്ക് വന്നത് ഈ കഥ? മുസ്തു ഞാനായിട്ട് ഒരു 15 വർഷത്തെ പരിചയം. അന്ന് ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞു പോയിരുന്നു, ആവേശപ്പെട്ട്.
അതിന് പിന്നെ കപ്പേളയിലാണ് ലാൻഡ് ചെയ്തത്. മുസ്തു ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അത് ചിലപ്പോൾ അതേ സമയത്ത് തന്നെ അതിനു മുമ്പ് 13 വർഷത്തിന് മുമ്പ് ഈ ട്രിവാൻഡ്രം ക്യാൻസർ കുറച്ചുകൂടി വെറിയോടുകൂടിയൊക്കെ ഇങ്ങനെ ഭ്രാന്തമായിട്ടൊക്കെ പ്ലാൻ ചെയ്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴും നമുക്ക് വരട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സത്യത്തിൽ പ്ലാൻ ചെയ്തിരുന്ന വേറെ ഒന്നുണ്ട് ഇതായിരുന്നു. നമ്മൾ പ്രൊഡക്ഷനോട് പലതും പറയുന്ന കൊണ്ട് ഇത് പറഞ്ഞപ്പോൾ ഒരു അട്രാക്ട് ഉണ്ടായി, നമുക്ക് എന്നാൽ ഇതിലോട്ട് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇതിലോട്ട് ലാൻഡ്. പക്ഷേ ഇതിൻ്റെ പ്ലാനിങ്ങൊക്കെ വർഷങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് എഴുതി പുസ്തകം കൂടെ ഉണ്ടായിരുന്നു, ഇരുന്ന് നമ്മൾ എഴുതുന്നു, ചർച്ച ചെയ്യുന്നു, അങ്ങനെ ഈ രൂപത്തിലെത്തും. ഓക്കെ. അപ്പൊ മാലപാർവതി ചേച്ചിയുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സാധാരണ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കുറിപ്പിടുമ്പോഴേ, സിനിമ ഇറങ്ങാതെ കുറിപ്പിടുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു സിനിമാ നടിയാണ്, നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു, അപ്പം നെഗറ്റീവ് പലപ്പോഴും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അതൊരു നല്ല ജെന്റിൽ, എല്ലാവരും സിനിമ കാണുമ്പം എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. റെസ്ട്രിക്റ്റ് ചെയ്തത് OTT വന്നിട്ടോ അത് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അത് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായലൻ ടീം 6-7 വർഷമൊക്കെ ഇരുന്നാണ് സ്ക്രിപ്റ്റും വർക്ക് ചെയ്തെടുത്തത്. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പായാലും ഷൂട്ടിങ്ങിലും അത്രയും വേറെ രീതിയിൽ ഭയങ്കര എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിന്റെ റിസൾട്ട്സും കുറെ ഫെസ്റ്റിവൽസിനും അവിടെയൊക്കെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കമേഴ്ഷ്യലി തിയേറ്ററിൽ ഇറങ്ങാൻ പോകണം. പായൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പായൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇത്രയും കമേഴ്ഷ്യലായിട്ട് ഇറങ്ങുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റാണ ദഗപതി, സ്പിരിറ്റ് മീഡിയ. അപ്പോൾ അതെല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. അതെ, കണ്ടായിരുന്നോ സിനിമ? ആ, അതെന്തായാലും കാണുമല്ലോ. നമ്മുടെ ഇവിടെ പല പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്, പല രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചർച്ച ചെയ്യണം. അത് എന്നാലേ കാര്യങ്ങളൊക്കെ മാറ്റം, അതെ ഇക്ക പറഞ്ഞ പോലെ മാറ്റം വരുത്തുള്ളൂ. അതെ ഉണ്ടായിരുന്നു, ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതിനെ പറ്റി. പക്ഷെ നമ്മൾ ഡിസിഷൻ എടുത്ത് ചെയ്യുന്ന എൻ്റെ ചോയ്സ് ആയിരുന്നു അത് ചെയ്യാൻ തോന്നി. അത് ചേട്ടൻ എന്ത് തോന്നി? ഓക്കെ. അതുണ്ടായിരുന്നോ? ഓ നിങ്ങളായിരുന്നല്ലേ? അതെന്ത് ചേട്ടാ അന്ന് എന്താ സംഭവിച്ചെന്നറിയോ? നമുക്ക് മുറിയുടെ പ്രസ് മീറ്റ് ആണ്. നമുക്ക് തമിഴില് വേട്ടയൻ, എനിക്ക് ഒന്നാമത്തെ കാര്യമല്ല, എന്റെ പ്രസ് മീറ്റിൽ വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. തമിഴില് വേട്ടയൻ എന്ന് പറയുന്ന സിനിമയില് നിങ്ങൾ കൃഷ്ണദാസിനെ കണ്ടു കാണാം. അതിന് മുമ്പ് തങ്കലാലിൽ ഉണ്ടായിരുന്നു. സാധാരണ തമിഴ് ആക്ടേഴ്സില് നമ്മളിപ്പോ അവരെപ്പോഴും ഇവിടെ പ്രൊമോഷന് വേണ്ടി വരും. തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. കൃഷ്ണ ഇതിന്റെ കൂടെ ഇപ്പൊ ഇവരുടെ ടീമിന്റെ മുസ്തഫയൊക്കെ ഫുൾ ഉണ്ട്. ഇവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു റോളിൽ കിട്ടുന്ന കയ്യടി എങ്ങനെയാണ് ഒരു ആസ് എ ആക്ടർ എന്നുള്ളതിൽ, തമിഴ് മലയാളം മാറ്റി നിർത്താം, മറ്റ് സിനിമകളിൽ നിന്ന് കിട്ടുന്ന தமிழில் இது வரைக்கும் நான் பண்ணது இந்த அளவுக்கு ஒரு ரிசப்ஷன் கிடைச்சதில்லை. இந்த மலர்வேந்தன்கிற இந்த கேரக்டர் வந்து அதான் சொன்னேன், லைஃப் டைமுக்கு இருக்கக்கூடிய ஒரு எக்ஸ்பீரியன்ஸ். அது ஆடியன்ஸ் மத்தியிலும் சரி, எனக்கு நிறைய வர மெசேஜஸ்லையும் சரி, எல்லாருமே அவ்வளோ அப்ரிஷியேட் பண்ணி பேசுகிறாங்க. அண்ட் தென் டேரக்டர்ஸும் நிறைய பேர் மெசேஜ் பண்ணாங்க. ஐம் ஸோ கிரேட்ஃபுல் ஃபார் தட். தமிழில் நான் பண்ணியிருக்கேன், 4-5 படம் பண்ணியிருக்கேன். அது பட் ஆனால் அது இந்த அளவுக்கு ரிசீவ் ஆகலை. பண்ணியிருக்கேங்கிறது தெரியும் எல்லாருக்கும், அவ்வளோதான். பட் ஆனால் இது ஃபஸ்ட்டு எனக்கு மலையாளமில் ஃபஸ்ட்டு படமாக இருந்தால் கூட ஃபஸ்ட்டு படத்துலேயும் இவ்வளோ ஒரு இது கிடச்சிருக்கிறது வந்து எனக்கு ஸோ ஹாப்பி. அதுதான் இங்கே நான் சொல்லிக்க விரும்புகிறேன். அண்ட் தென் எக்ஸ்பீரியன்ஸாக பெருசாக கற்றுக்கிட்டது என்னென்னா, இங்கே மலையாளம் சினிமா வந்து எல்லாருமே இந்த நான் மேலே நான் கீழே அந்த ஒரு இது இல்லை. எல்லாருமே ஃப்ரெண்ட்லியாக, எல்லாருமே இப்படி தான் பழகுறாங்க, எல்லாருமே இப்படி தான் ஒர்க் பண்ணுறாங்க. இது எனக்கு மற்ற இதில் பார்க்க முடியல. எனக்கு இங்கே வந்தோன்னே எனக்கு ரொம்ப பயங்கர ஷாக்காக இருந்துச்சு, என்னடா இப்படி இருக்கீங்க அப்படின்ட்டு. அது என்னை வந்து ஃப்ரீயாக என்ன ஒர்க் பண்ண வச்சுது. அந்த கேரக்டருக்காக நான் நிறைய இன்புட் கொடுக்க முடிஞ்சது. அது தமிழில் பண்ணும்போது கிடைச்சதில்லை, அது இங்கே கிடைச்சது. ഓക്കെ കൃഷ്, അപ്പം മറ്റൊരു 2 ചോദ്യങ്ങളും കൂടി. നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ, പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസറാണ്, പക്ഷെ അതിനു മുമ്പ് നേരത്തെ കപ്പ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ആണ്. ആസ് എ പ്രൊഡ്യൂസർ റോളാണോ, ഇൻഫ്ലുവൻസർ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ആക്ട്രസ് എന്നുള്ള റോളാണോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല, ഒന്ന് ചൂസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല. എല്ലാം എനിക്കിഷ്ടമാണ്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്
ആയിട്ട് എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ടൈം കിട്ടുന്നത് കണ്ടന്റ് ക്രിയേഷൻ ആണ്. അത് പാഷനോടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ആക്ടിങ് ആയാലും എനിക്ക് ആക്ച്വലി ഞാൻ ജെന്യുവൻ ആയിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് ചെയ്യും. പിന്നെ പ്രൊഡക്ഷനിൽ ഞാൻ ഇപ്പോഴാണ് കയറി ഞാൻ പപ്പയുടെ വർക്ക് ചെയ്ത് തുടങ്ങിയത്. സോ അത് ആക്ച്വലി ഫസ്റ്റ് ടൈം അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ പഠിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി അതിൽ കുറേ സ്ട്രാറ്റജീസും ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെറുതെ ഒന്നും പ്രൊഡ്യൂസർ ആകത്തില്ല. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫിലിം മേക്കിംഗ് കോഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചു, ഡയറക്ഷനിലൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലാക്കി. സോ യെസ്, ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് മുസ്തഫ, അഭിനയത്തിലും സംവിധാനത്തിലും ഒക്കെ തന്നെ. അപ്പൊ അദ്ദേഹവും പല മേഖലകളിലും അഭിനയ കളരി നടത്തുന്നുണ്ട്, അഭിനേതാവ് ആവുന്നുണ്ട്, ഒപ്പം സംവിധായകൻ എന്നുള്ള റോളില് കുറച്ച് വർഷം എടുത്തിട്ടാണെങ്കിലും മികച്ച സിനിമകൾ മലയാളിക്ക് നൽകുന്നുണ്ട്. ഈ മുറ എന്ന് പറഞ്ഞ സിനിമയിൽ എപ്പോഴെങ്കിലും അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? അഭിനയിക്കുന്ന എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും അവസരം കിട്ടിയ എവിടെ കയറി അഭിനയിക്കാൻ പറ്റും അവിടെ കയറി അഭിനയിക്കുക എന്നുള്ളതാണ് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ, ആക്ടർ എന്നുള്ള രീതിയിൽ ആഗ്രഹം. പക്ഷേ മുറയിലേക്ക് വന്നപ്പോൾ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടുതലായിരുന്നു. കാരണം കുറേ പുതിയ ആളുകളാണ്, ഇവരെ മേച്ചുകൊണ്ട് പോകണം. ഇതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പിന്നെ ബാക്കിൽ നിൽക്കുന്ന കാര്യങ്ങൾ കുറച്ച് വീക്കാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ട്രിവാൻഡ്രത്തിന്റെ ഒരു പ്യുവർ സിനിമയാണ്. അതുകൊണ്ട് ഞാൻ പോയി അവിടെ ഒരു കള്ളത്തരം കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചില്ല. പക്ഷെ ഡബ് ചെയ്തു. അതൊരു പോലീസ് വേഷം ചെയ്ത ഒരാൾക്ക് ഡബ് ചെയ്തു. അത് പോലീസുകാരൻ തിരുവനന്തപുരത്തുകാരനാവണം നിർബന്ധമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചെയ്തതാണ്. ആൻഡ് തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ പണ്ട് ചെങ്കൽ ചൂള, ഇപ്പൊ രാജാജി നഗരം എന്നറിയാം. എന്റെ ഫ്രണ്ട്സായിരുന്നു പോലും മുറ 5 പ്രാവശ്യം കണ്ടവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും എന്തിനാടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവന്മാര് എന്നിട്ട് എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയാറുണ്ട്, അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട, അതുകൊണ്ടാണ് ഇത്രയും പ്രാവശ്യം കാണാനും അത് കണ്ടിട്ട് നമുക്കൊരു മതിയാവുന്നില്ല. അങ്ങനെ കണ്ട കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്. അപ്പം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ അടിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടത്. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നീ എത്ര രൂപ കൊടുത്തെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല, ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ ഒരു മുഖം വെച്ചൊരു ഫ്ലക്സ് ഒക്കെ വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്.